ഹായ്, ഇന്ന് നമ്മൾ ഹോപ്പോണോപോണോ പ്രയറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഹോ ഒപ്പോണോ പോണോ. സോ ഇത് ഒരു ഹവായൻ പ്രാക്ടീസ് ആണ്. ഈ വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ടു മേക്ക് റൈറ്റ് അല്ലെങ്കിൽ ടു കറക്റ്റ് എന്നാണ്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രെയർ ആണ്. ഈ ഒരു പ്രയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ്, ഈസി ആണ്, അറ്റ് ദ സെയിം ടൈം വളരെയധികം എഫക്റ്റീവും ഹീലിംഗും ആണ്. ഇത് നമ്മൾ സ്നേഹം, ക്ഷമ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈ ഒരു 3 കാര്യങ്ങളെ ഫോക്കസ് ചെയ്താണ് ഇതിൽ ഹീലിംഗ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും പ്രെയർ ഇതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പ്രെയർ ഉണ്ടെങ്കിൽ ഡു ഫോളോ ദാറ്റ്, നോ പ്രോബ്ലം. ഇത് പ്രത്യേകിച്ച് പല സിറ്റുവേഷൻസിലും എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്തവർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, ഇത് മറ്റ് പ്രാക്ടീസസ്, അതായത് മെഡിറ്റേഷൻ, ജേർണലിംഗ് അതിൻ്റെയൊക്കെ കൂടെയും യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ വെറുതെ ഇരിക്കുമ്പോഴും ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രെയർ ആണ്, ഈസിയുമാണ്. അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് എനിക്കിത് ഓൾവേസ് വർക്ക് ആയിട്ടുണ്ട്. സോ ഇതിന് പിന്നിലുള്ള ഒരു ഫിലോസഫി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണോ ഒരു പ്രശ്നം, ആ പ്രശ്നം നമ്മുടെ ലൈഫിലേക്ക് വരാനുള്ള കാരണം, അതൊരു മോശം വ്യക്തിയാവാം, ഒരു സിറ്റുവേഷൻ ആവാം, അത് എന്ത് തന്നെയാലും അത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മുടെ ബിലീഫ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ എനർജി വൈബ് ഒക്കെ ആവാം ആ ഒരു പ്രശ്നത്തെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തത്. സോ ആ ഒരു കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ഹീൽ ചെയ്യാണ്. ആ നെഗറ്റീവ് പാറ്റേൺ എന്ത് തന്നെയായാലും അതിനെ നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫിലോസഫി. സോ ഈ ഒരു പ്രെയർ വളരെ ഫേമസ് ആവാൻ കാരണം ഡോക്ടർ ഹ്യൂലൻ എന്ന് പറയുന്ന ഒരാളാണ്. 80s ആള് ഹവായൻ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ ആളൊരു മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ വളരെ വയലന്റ് ആയിട്ടുള്ള ക്രിമിനൽസ് ആയിട്ടുള്ള എന്നാൽ മെന്റലി പ്രശ്നമുള്ള ആളുകൾ ഉള്ള ഒരു സ്ഥലത്താണ് ആള് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി വിചാരിച്ചു, ഇത്രയും വയലന്റ് ആയിട്ടുള്ള പ്രശ്നമുള്ള ആളുകളെ എന്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്റെ ഉള്ളിൽ എന്തോ ഒരു നെഗറ്റീവ് പാറ്റേൺ ഉണ്ട്. സോ അതിനെ ഞാൻ ഹീൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പുള്ളിക്കാരൻ ഈവൻ ആ പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് കൂടെയില്ല. ജസ്റ്റ് അവരുടെ ഫയൽസ് എടുത്ത് അതിന് മുകളിൽ കൈവച്ച് പുള്ളിക്കാരൻ ഈ പ്രെയർ ചൊല്ലുമായിരുന്നു. ജസ്റ്റ് ഈ 4 ലൈൻസ് റിപ്പീറ്റ് ചെയ്തു. വിത്ത് സം ടൈം ഈ പേഷ്യൻസിന്റെ എല്ലാം സിറ്റുവേഷൻ ഇംപ്രൂവ് ആവുകയും അവർ എൻറ്റയർ വാർഡ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരുന്നു ഈ ഒരു പ്രെയർ, അത്രയും മോശം സിറ്റുവേഷനുള്ള ആളുകളായിട്ട് കൂടി. അപ്പോ അങ്ങനെയാണ് ഈ പ്രെയർ ഭയങ്കര ഫേമസ് ആവുന്നത്. സോ ഈ പ്രെയറിൽ 4 ലൈൻസേ ഉള്ളൂ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. സോ എന്താണോ ആ പ്രശ്നം, ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യും, അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മൾ അങ്ങ് സോറി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് ക്ഷമിക്കാൻ പറയുകയാണ്. ഈവൻ ദൈവത്തിനോടായിട്ട് നമുക്ക് പറയാം. സോ നമ്മൾ ആ പ്രശ്നം, ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ കാരണം അതിന് സോറി, ആൻഡ് എന്നോട് ക്ഷമിക്കുക, താങ്ക് യു ഫോർ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. എന്ത് തന്നെയാണെങ്കിലും അതിന് എല്ലാത്തിനും, ആ സിറ്റുവേഷൻ വന്നതിനാവട്ടെ, ആ സിറ്റുവേഷൻ പരിഹരിച്ചതിനാവട്ടെ, എല്ലാത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. അതേപോലെ ഐ ലവ് യു, സ്നേഹം കൊണ്ട്, അൺകണ്ടീഷണൽ ലവ് കൊണ്ടാണ് നമ്മൾ ഈ പ്രെയർ എൻഡ് ചെയ്യുന്നത്. സോ സിംപ്ലി ഈ 4 ലൈൻസ് പറയാം. അല്ലാതെ തന്നെ ചിലർ അഡ്വാൻസ്ഡ് ഹോപ്പോണോപോണോ ആയിട്ട് ചെയ്യാറുണ്ട്. ഈ ഐ ആം സോറിയുടെ കൂടെ ഫോർ വാട്ട് റീസൺസ് എന്നും കൂടെ പറഞ്ഞു. ഉദാഹരണത്തിന് നമ്മൾ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടു, ഐ ആം സോറി ഞാൻ ദേഷ്യപ്പെട്ടതിന്, ഐ എം സോറി ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്, ഐ എം സോറി, അങ്ങനെ വാട്ട് ഓൾ റീസൺസ് ദാറ്റ്സ് കമ്മിങ് ടു യുവർ മൈൻഡ് അതും ആഡ് ചെയ്യാം. പ്ലീസ് ഫോർ ഗീവ് മീ ഫോർ തെറ്റിദ്ധരിച്ചതിന്, പ്ലീസ് ഫോർ ഗീവ് മീ ഫോർ ദേഷ്യപ്പെട്ടതിന്, അങ്ങനെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ ലൈൻസ് ആഡ് ചെയ്ത് അങ്ങനെ പറയുന്നവരും ഉണ്ട്. ഇനി ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, വാട്ട് എവർ ദ പ്രോബ്ലം ഇസ്, എന്ത് പ്രോബ്ലം ആയാലും അത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. നമ്മുടെ ഉള്ളിലുള്ളതാവട്ടെ പുറത്തുള്ളതാവട്ടെ, ആ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് പറയുക അതിന്റെ 100% റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈഗോയോ ഇല്ല, പേടിയോ ഇല്ലാതെ അത് ഏറ്റെടുക്കുക. ഇത് അവർ ചെയ്ത പ്രശ്നമല്ലേ, ഞാൻ എന്തിനു ഏറ്റെടുക്കണം എന്ന് വിചാരിക്കരുത്. ഈവൻ അത് കംപ്ലീറ്റ്ലി 100% മറ്റേ പ്രശ്നമാണെന്ന് തോന്നിയാലും ഈഗോ ഇല്ലാതെ ഞാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം ഈ പ്രെയർ ചൊല്ലാൻ. അതേപോലെ പേടിക്കേണ്ട ആവശ്യമില്ല, 100% റെസ്പോൺസിബിലിറ്റി എടുത്ത് എന്റെ തലയിലായി പോകും അങ്ങനെ വിചാരിക്കേണ്ട. ഓൾറെഡി അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലയിലാണ്, അതുകൊണ്ടാണ് ആ പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രെയർ ചൊല്ലുന്നതെങ്കിൽ സിംപ്ലി ആ സിറ്റുവേഷനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പ്രെയർ ചൊല്ലിയാലും മതി. 100% റെസ്പോൺസിബിലിറ്റി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. അതുപോലെ ഈ ഒരു 4 ഫ്രേസസ് നമ്മൾ ഇന്റൻഷനോടുകൂടിയും ഫീലിങ്ങോടും ജെന്യുവിൻ ആയിട്ട് ചൊല്ലുക. അതിന്റെ കൂടെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് വിഷ്വലൈസും കൂടെ ചെയ്യാൻ വേണമെന്നാണ്. ആഡ് വിഷ്വലൈസേഷൻ. ഉദാഹരണത്തിന് നമ്മളെ ഹസ്ബൻഡായിട്ടുള്ള ഒരു വഴക്ക്, വളരെ മോശം സിറ്റുവേഷനിലാണ്, നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. സോ ഈ പ്രെയർ ചൊല്ലുന്നതാണ്, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, അങ്ങനെ പറയുന്നതോറും ആ ഒരു പ്രശ്നം, ആ നെഗറ്റീവ് സിറ്റുവേഷൻ പോസിറ്റീവ് ആവുന്നതായിട്ട്, സമാധാനം 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 സമാധാനം, സ്നേഹം സ്നേഹം, അങ്ങനെ അത് ആ ഒരു നെഗറ്റിവിറ്റിന്ന് പോസിറ്റിവിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇപ്പൊ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ചൊല്ലുന്നത്. ഉദാഹരണത്തിന് വയറുവേദനയാണ്. അപ്പൊ അത് ചൊല്ലുന്തോറും ആ വയറുവേദന കുറയുന്നതായിട്ട് അങ്ങനെ അങ്ങനെ
നിങ്ങൾക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാം, അപ് ടു യു. ഇതിന്റെ അകത്ത് ഒരു റിട്ടേൺ റൂൾസ് ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഇത്ര തവണ ചൊല്ലണം, അങ്ങനെ ഒന്നുമില്ല. റൂൾസ് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കൊരു ഡൗട്ട് വരാം, അപ്പൊ കൂടി പോവോ കുറഞ്ഞു പോവോ എന്ന തോന്നൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഒരു 7 to 8 ടൈംസ് ആണ് ഐഡിയലി ചൊല്ലേണ്ടത്. ഞാൻ യൂഷ്വലി 11 ടൈംസ് ആണ് ചൊല്ലുക, 11. ഓക്കെ, സോ ഞാൻ നിങ്ങളോട് ഒരു നമ്പർ ഫിക്സ് ചെയ്യാൻ പറയും, ടേക്ക് 11, ദാറ്റ്സ് വാട്ട് ഐ റെക്കമെൻഡ്. പക്ഷെ ചില ആളുകൾ വളരെ ഡീപ് പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ 108 ടൈംസ് ഒക്കെ ചൊല്ലുന്നവരും ഉണ്ട്. ഓക്കെ, അത്ര ടൈം ഉണ്ട്, നിങ്ങൾക്ക് എനർജി ടൈം ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാം. ബട്ട് 11 ടൈംസ് ഈസ് ഇനഫ്. ആൻഡ് ഒരു കുഞ്ഞു ഷോർട്ട് കട്ട് മെത്തേഡോടെ ഞാൻ പറയാം. 11 ടൈംസ് കൂടി ചൊല്ലാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ സിംപ്ലി ആ ഒരു പ്രെയർ നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിൽ ഐ ആം സോറി അങ്ങനെ എഴുതി കാണിക്കുന്നതായിട്ട്, ഏത് ഭാഷയിലാവട്ടെ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ആ ഒരു 4 സെന്റൻസ്, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ആ ഒരു മീനിങ്ങിൽ എന്നോട് ക്ഷമിക്കൂ, ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്നോട് ക്ഷമിക്കൂ, അങ്ങനെ മലയാളത്തിലും വേണമെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. ഇതിന്റെ ഇന്റൻഷൻ ശരിയായാൽ മതി. സോ അതിങ്ങനെ എഴുതി കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു തവണ ചെയ്യുന്നത് 108 ടൈംസ് ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആണ്. സോ ഒരു തവണ മനസ്സിൽ എഴുതി കാണിക്കുന്നതായിട്ട് ചിന്തിച്ചാലും മതി, അല്ലെങ്കിൽ 11 ടൈംസ് വാ കൊണ്ട് പറയാം, അല്ലെങ്കിൽ 108 ടൈംസ് ചൊല്ലാം, അപ് ടു യു. റിട്ടേൺ റൂൾസ് ഒന്നുമില്ല. അതുപോലെ ഇത് വേറൊരാൾക്ക് വേണ്ടി, അയാൾ നന്നാവാൻ വേണ്ടി അങ്ങനെ ചിന്തിക്കേണ്ട, ആ സിറ്റുവേഷന് വേണ്ടിയിട്ട്, ഈ ആൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം മാറി കിട്ടാൻ എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ അയാൾ നന്നാവാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ചെയ്യണ്ട. അതുപോലെ ഇത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീവ്സ് എല്ലാം മാറ്റി നമ്മുടെ സമാധാനം ഒക്കെ നമ്മുടെ ലൈഫിൽ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രെയർ ആണ്. ആൻഡ് ഇത് ഏതൊക്കെ സിറ്റുവേഷൻസിന് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഫാമിലിയിലെ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, ഈവൻ പൈസയ്ക്ക് വേണ്ടി, പൈസയായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ പൈസ വരാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, അങ്ങനെ പൈസയോട് നമുക്കത് പറയാം. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ഗിൽറ്റ്, കുറ്റബോധം, ദേഷ്യം, പേടി, ആൻസൈറ്റി, അതിന് വേണ്ടിയിട്ട് ചൊല്ലാം. അതുപോലെ എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ ട്രാഫിക് ജാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വർക്ക് ആവാതിരിക്കുക, ഒന്നും ശരിയാവാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. ഈവൻ ഇത് നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ്, വെഹിക്കിൾസ്, ഗാഡ്ജറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ എന്താ പറയുക, വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുക, ഇപ്പൊ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ, അയ്യോ വണ്ടിക്ക് വല്ല കംപ്ലൈന്റ് വരുമോ, ഇതിന് ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇനി ഇന്നും വണ്ടി നിന്നു പോവോ, അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രയർ ചൊല്ലിയിട്ട് നമുക്ക് എടുക്കാം. ഇനി എന്തെങ്കിലും സാധനം കളഞ്ഞു പോവോ, അല്ലെങ്കിൽ കളഞ്ഞു പോയത് കിട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലാം. അതുപോലെ വീട് അല്ലെങ്കിൽ സ്പേസ്, ഏതെങ്കിലും ഒബ്ജക്റ്റ്, അതിനെയൊക്കെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ വീട്ടിലിപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വീട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഓരോ വസ്തുക്കളെയും ഐ എം സോറി ഇങ്ങനെ ബ്ലസ് ചെയ്യുന്ന പോലെ കൈ ഇങ്ങനെ കൊണ്ട് നടന്ന് എല്ലാത്തിലും ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, അങ്ങനെ എല്ലായിടത്തും അങ്ങനെ കൊണ്ട് നടന്ന് ചൊല്ലാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാതിരിക്കുക, ജോലി കിട്ടാതിരിക്കുക, പൈസ വരാതിരിക്കുക, അങ്ങനെയുള്ള ബ്ലോക്സിന് വേണ്ടിയിട്ട് ചൊല്ലാം. ഇനി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം, അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, വഴക്ക്, വാശി, കരച്ചില്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വളരെ പേഷ്യന്റ് ആയിട്ട് നിന്ന് ചൊല്ലുക. അതുപോലെ ഇതെല്ലാം ചൊല്ലിയിട്ട് ആക്ഷൻസ് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ വേണ്ടിയിട്ട് ഒക്കെ ചൊല്ലാം. ഇത് എന്തുകൊണ്ട് വർക്ക് ആവുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രെയർ വളരെ ഹീലിംഗ് ആണ്. ഇത് ആ നെഗറ്റീവ് എനർജിയെ കൺവേർട്ട് ചെയ്ത് പോസിറ്റീവ് എനർജി ആയിട്ട് മാറ്റുകയാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, ക്ഷമ, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ്, ഇതൊക്കെയാണ് ഈ പ്രെയറിലൂടെ നമ്മൾ ചൊല്ലുന്നത്. സോ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഇതിനില്ല. അതുപോലെ മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നില്ല, നമ്മൾ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റാത്തത് തന്നെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല ബ്ലോക്സും, ഇമോഷണൽ ടൈസ്, വൈബ്രേഷൻ ഇഷ്യൂസ്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്, അതും റിമൂവ് ആവും. നമ്മുടെ ലൈഫിലേക്ക് ഫ്ലോ, അബൻഡൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, സ്നേഹം ഒക്കെ ഫ്ലോ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു സയന്റിഫിക് ബാക്കിംഗ് കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രെയർ എന്താ പറയാ, കോഴ്സ് നമ്മൾ ഇതിൽ നല്ല നല്ല ഇമോഷൻസ് ആണ് സംസാരിക്കുന്നത്, സ്നേഹം, ഫോർഗീവ്നെസ്, റെസ്പോൺസിബിലിറ്റി, ലവ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ കുറയും. നമ്മുടെ നെർവസ് സിസ്റ്റം ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി എല്ലാം ഇമ്പ്രൂവ് ആവും. ഈവൻ നമ്മുടെ ബ്രെയിൻ പോലും ഒരു ഭയങ്കര റിലാക്സ്ഡ് ഹീലിംഗ് സ്റ്റേറ്റിലോട്ട്. നിങ്ങൾക്ക് ഈ പ്രെയർ ഒന്ന് പറഞ്ഞു നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ആശ്വാസം ഇത് ചെല്ലുമ്പോൾ കിട്ടും എന്നുള്ളത്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാണ്. നിങ്ങളുടെ ജസ്റ്റ് പേപ്പർ പെൻ എടുത്ത് നോട്ട് ചെയ്തിടാം. ഏതെങ്കിലും 5 സിറ്റുവേഷൻസ്, നിങ്ങളിപ്പോ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ളതാവാം, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ പ്രശ്നമാവാം, കുഞ്ഞുങ്ങളുമായിട്ടുള്ളതാവാം, അസുഖങ്ങളാവാം, വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങളെ വെറി ചെയ്യിപ്പിക്കുന്ന ഏതെങ്കിലും 5 സിറ്റുവേഷൻസ് എടുക്കുക. എന്നിട്ട് കണ്ണടച്ച് ഓരോന്ന് 1 by 1 ആയിട്ട് അറ്റ് എ ടൈം ഒരെണ്ണം അഡ്രസ് ചെയ്യാം. അപ്പം ആദ്യം ഒരു ഇഷ്യൂ എടുക്കുക, എന്നിട്ട് അതിന്റെ 100% റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു പ്രെയർ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഈ ഒരു 4 ലൈൻസ് അത് റീഡ് ആവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് ഇമാജിൻ ചെയ്ത് 11 ടൈംസ് ഓരോ കാര്യത്തിനും വേണ്ടി, അങ്ങനെ 5 into 11 55 ടൈംസ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് ചൊല്ലി നോക്കുക. ആൻഡ് ചില കാര്യങ്ങൾക്ക് നമ്മൾ എന്താ പറയുക, ഇപ്പം ഹസ്ബൻഡുമായിട്ടുള്ള ഒരു വഴക്കുണ്ട്, ആ വഴക്ക് മാറുന്നത് വരെ എപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ ആ കാര്യം വരുന്നു, നെഗറ്റീവ് തോട്ട്സ് വരുന്നു, അപ്പോഴെല്ലാം നിങ്ങൾ ഈ പ്രെയർ ചൊല്ലുക.
എന്നിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും മാറ്റം, എന്തെങ്കിലും സിറ്റുവേഷൻ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ ഒരു പ്രെയർ യൂസ് ചെയ്തിട്ട് ഒരുപാട് മാറ്റം, ഹസ്ബൻഡൊക്കെ വർഷങ്ങളായിട്ട് മിണ്ടാതിരുന്നിട്ട് മിണ്ടുക, ഇപ്പൊ ഉറക്കമില്ലാത്ത ആളുകളെ ചെല്ലിട്ട് അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുക. എന്റെ ലൈഫിലാണെങ്കിലും ഞാൻ കുഞ്ഞിന്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് വിത്തിൻ 24 hours ഒക്കെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് ഈ ഒരു പ്രെയർ പറയുമ്പോൾ. ആൻഡ് സിംപ്ലി ഒന്ന് നമ്മൾ നെഗറ്റീവ് ആവുമ്പോൾ ഒന്ന് പോസിറ്റീവ് ആവാൻ വെറുതെ പോലും ചൊല്ലുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ഇത് സമയവും കാലവും ഒന്നും ഒരു പ്രശ്നമല്ല. എപ്പോ വേണമെങ്കിലും ചൊല്ലാവുന്നേ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ 11 ടൈംസ് ഈ പ്രെയർ ചൊല്ലാം. അല്ലെങ്കിൽ മൈൻഡിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു തവണ അത് എഴുതി കാണിക്കുന്നതായിട്ട് പിക്ചർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതാം ഈ പ്രെയർ 1 ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഒരു സമയം 5 തവണ അങ്ങനെ എന്തെങ്കിലും എഴുതാം. അല്ലെങ്കിൽ 11 ടൈംസും എഴുതാം. സോ ഈ ഒരു പ്രെയറിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത്. പുറമെ എന്ത് നടന്നാലും കുഴപ്പമില്ല, അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നു. ആ സിറ്റുവേഷൻ അട്രാക്ട് ചെയ്യാനുള്ള കാരണത്തെ നമ്മൾ ഹീൽ ചെയ്യുന്നു. സിമ്പിൾ വേർഡ്സ് ആണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ലൈഫിനെയും ഒക്കെ ക്ലെൻസ് ചെയ്യാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. യെറ്റ് അതേപോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ആൻഡ് പല പല മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ പ്ലീസ് ഡു ഇറ്റ്. ഇതൊരു ഡെയിലി പ്രാക്ടീസ് ആയിട്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എഴുതി ഇട്ടോളൂ. ഓർക്കുമ്പോൾ പറഞ്ഞോളൂ. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.